പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ തിരുവുദ്ധാനം അനുസ്മരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഏറ്റവും വലിയ പ്രാർത്ഥന, നിന്റെ തിരുവുദ്ധാനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. എത്ര ജന്മങ്ങൾ ഇവിടെ കടന്നു പോയാലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഈശോയെ, നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ അന്തരാത്മാവിനെ അനുഭവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും നിന്റെ നാമം എത്തിച്ചേരാത്ത ഇടങ്ങളുണ്ട് ലോകത്ത്. നിന്റെ നാമത്തെയും നിന്റെ വചനത്തെയും അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. കർത്താവേ, അവരെല്ലാം കാലത്തിൻ്റെ അവസാനം മുമ്പ് നിന്നെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, തിരുവുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ലോകത്തെ ജയിക്കാൻ കഴിയും. പക്ഷേ വൈരാഗ്യം, വിദ്വേഷം, ചതി, പരസ്പരമുള്ള ജയപരാജയങ്ങൾ, ലോകത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥകൾ മൂലം അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ,
ഇങ്ങനെ പല തിന്മകൾ കിടക്കുന്ന ഒരു കർത്താവെ, നിന്റെ തിരുവുത്ഥാനത്തിന് ശക്തി ആസ്വദിക്കാനും ആവഹിക്കാനും പങ്കാളികളാകുവാനും എല്ലാം ക്ഷമിക്കാൻ കുടുംബത്തെ ഐക്യപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഐക്യപ്പെട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് തിരുവുദ്ധാന സന്തോഷം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില വീടുകളിൽ സന്തോഷമില്ല. സാമ്പത്തിക തകർച്ചയുണ്ട്, കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷാ ഭീതികളുള്ളവരുണ്ട്, പലതരത്തിലെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള വേവരാതികളും വേദനകളെ കർത്താവ് നിന്നോട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തിരുവുത്ഥാനത്തിന് മഹത്വത്തിൽ അവരെയും പങ്കാളിയാക്കണമെന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ഞാനെപ്പോഴും ഓർക്കുകയും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പത്രോസിനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാളെ ഈ കുറേ മനുഷ്യർ അദ്ദേഹത്തെ വെറുതെ എടുത്തു ചാട്ടക്കാരനായിട്ട് പറയും. അദ്ദേഹം ഒരു എടുത്തുചാട്ടക്കാരനുമല്ല. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം എടുത്തുചാട്ടക്കാരനാണെങ്കിലല്ല, ഈ ഇന്നലെ കയറി വന്ന പൗലോസ് കൂട്ടത്തിൽ വെച്ച് അങ്ങയുടെ ഫരിസേയമായ ഒരു തണ്ടര് കാണിക്കുന്നുണ്ട് പത്രോസിൻ്റെ അടുത്ത്. പക്ഷെ ആ സമയത്ത് പത്രോസ് കാണിക്കുന്ന സൗമ്യത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൗലോസിനോടൊരു നീരസം തോന്നും. ഇവൻ ഇന്നലെ കയറി വന്ന ആളല്ലേ. എന്നിട്ട് കർത്താവ് അധികാരം ഏൽപ്പിച്ചതിനോടൊക്കെ കൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കണില്ല അത് വരുന്നത്. അപ്പോൾ എനിക്ക് പൗലോസിനോട് അന്നും ഇന്നും ഒത്തുതീർപ്പ് വന്നിട്ടില്ല. ശരിക്കും പ്രബോധനം ഭയങ്കര ഗംഭീരമാണെങ്കിലും സ്വഭാവം എനിക്ക് അത്രക്ക് പിടിച്ചിട്ടില്ല. കാര്യം നമ്മൾ എടുത്തുചാട്ടക്കാണെന്ന് ഒരു ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആള് പക്ഷേ എടുത്തുചാട്ടം കാണിക്കേണ്ടത് ഇവിടെയാണ്. പക്ഷേ ആ മനുഷ്യൻ കർത്താവിൻ്റെ എല്ലാവിധ പക്വതയോടും കൂടിയാണ് പൗലോസ് കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയത്തെ സംയമനത്തോടെ കരുതുന്നത് എന്താണ്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി പത്രോസ് കണ്ടതുപോലെ വല്ലതും ആരെങ്കിലും കണ്ടു? പത്രോസ് കർത്താവിനോട് സംസാരിച്ച പോലെ ആരെങ്കിലും സംസാരിച്ചു? ആർക്കെങ്കിലും അവസരം കിട്ടിയോ? ആർക്കെങ്കിലും കർത്താവ് വാതിൽ തുറന്നു കൊടുത്തോ? ഇല്ല. ഈ മനുഷ്യൻ ഭയങ്കരനാണ്. ഈ മനുഷ്യനാണ് ഒരിക്കൽ പറയണതേ, ദേവാലയത്തിലേക്ക് 9-ാം മണിക്കൂർ പോകത്തില്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. അപ്പം കൈ നീട്ടുമ്പോൾ ഈ മനുഷ്യൻ അറിയാതെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പണ്ട് കുറേ കാശുണ്ടായിരുന്ന ആളാണ്. കാര്യം എൻ്റെ വെള്ളത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഇപ്പം കർത്താവ് വിളിക്കണമുമ്പോൾ കാശ് ഇരിക്കണമെന്നുണ്ട ആളാണ്. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി പത്രോസിനും താക്കോല് യൂദാസിനും കൊടുത്തു. അതൊരു വല്ലാത്ത ഒരു സംഘർഷമായിരുന്നു പത്രോസിൻ്റെ ജീവിതം മുഴുവനും. അധികാരമില്ല പത്രോസിന്, താക്കോല് യൂദാസിന്. എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അപ്പോസ്തലന്മാരെല്ലാം കമ്മ്യൂണിറ്റിയും കണക്ഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ പറയണതെല്ലാം പത്രോസിനോട്. പക്ഷെ കൊടുക്കേണ്ടതാരാണ്? യൂദാസ് കൊടുക്കുക. ആ കള്ളനായതുകൊണ്ട് അത് യോഹന്നാൻ എടുത്ത് പറയുന്നുണ്ട്, ആ പെട്ടിയിൽ നിന്ന് വീഴുന്ന കാശൊക്കെ അവൻ അടിച്ചു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ കള്ളന്മാരൊരിക്കലും മറ്റവർക്ക് ഒന്നും കൊടുക്കത്തില്ലല്ല. അപ്പോൾ അപ്പോസ്തലന്മാർ നിറഞ്ഞ ഒതുങ്ങിയൊരു ജീവിതമാണ് അപ്പോസ്തലന്മാർ. പ്രത്യേകിച്ച് നേതാവായി നിൽക്കുകയും ചെയ്യും, പക്ഷെ നിസ്സഹായനായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു പത്രോസുണ്ട്. അതിനൊന്നും അദ്ദേഹം ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു സംഘർഷത്തിലൂടെ അവരുടെ കൂട്ടായ്മയിലുണ്ടാകുന്ന സംഘർഷത്തിലൂടെ ആ മനുഷ്യൻ പോയിട്ട് ഒരു കുറ്റക്കാരോട് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കൽ ചെകുത്താനെന്ന് വിളിച്ചു. അപ്പോഴും യൂദാസെന്ന് സ്നേഹിതാന്നാണ് യൂദാസിനെ വിളിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ പത്രോസ് പറയും, അങ്ങക്കെല്ലാം അറിയാമല്ല. അത് ഭയങ്കര രസകരമായ ഒരു ക്രിസ്ത്യൻ എന്ന് പറയാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് പീറ്ററാണ്. കാര്യം എല്ലാ മേഖലകളിലും ഒതുങ്ങേണ്ട പാട്ടിൽ ഒതുങ്ങുമ്പോഴും പൊട്ടിത്തെറിക്കാൻ നിൽക്കും. എടുത്ത് ചാട്ടക്കാരാണെങ്കിൽ പൊട്ടിത്തെറിക്കുമല്ല, പൊട്ടിത്തെറിക്കാൻ നിൽക്കും. യൂദാസിൻ്റെ
എല്ലാ പൊളിറ്റിക്സിൻ്റെയും ബലിയാടായിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴും സംയമനത്തോടെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിഴവ് നമ്മൾ കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് കർത്താവ് ഇല്ലാഞ്ഞ തിരുവുത്ഥാനത്തിൻ്റെ ശേഷം ഉണ്ടായിരുന്ന സമയത്തും ഈ പൗലോസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറുന്ന സമയത്തും അദ്ദേഹം സംയമനം പാലിക്കും. ഈ ആളാണ് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. ഒത്തിരി കാശുണ്ടായിരുന്നൊരു ആളല്ലേ, അറിയാതെ ചിലപ്പോൾ ആരൊക്കെ ഉറുമാരി നോക്കിക്കാണും. എന്നിട്ട് പറയണ വാർത്തമാനം ഭയങ്കരമാണ്, നല്ല ബോധമാണ്. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, അതില്ല. കർത്താവ് മരിച്ചുപോയി, കാശ് കിഴിയും യൂദാസിൻ്റെ കയ്യിലായി. അയാൾ ചത്തപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞ് ആ കാശ് അതിനാലേ പോയി. അവിടുത്തെ പുരോഹിതന്മാർ അത് കൊടുത്ത് രക്തത്തിൻ്റെ വയൽ വാങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം തെണ്ടിത്തിരിഞ്ഞ് കാലണയില്ലാതെ കാപ്പൊടിക്കാൻ കാശ് നടക്കേണ്ട കാലമാണ്. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ പറയും, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്കൊരു സമ്പത്തുണ്ട്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത പറഞ്ഞത്. ആരാണത്? ഉത്ഥാനം ചെയ്ത നസ്രായനായ യേശു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിനേക്കാൾ വലിയ ലോകാത്ഭുതം ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ ഈ പൊന്നില്ല, വെള്ളിയില്ല, എനിക്ക് പേരില്ല, പകിട്ടില്ല, പത്രാസില്ല, പാരമ്പര്യമില്ല, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, നസ്രായനായ യേശു തിരുവുത്ഥാനം ചെയ്ത്. ആ ഒരു വിശ്വാസത്തേക്ക് വന്നാൽ തിരുവുത്ഥാനം കൊണ്ട് നമ്മൾ ലോകത്തെ ജയിക്കും, ജീവിതത്തെ ജയിക്കും. പത്രോസിനെ പോലെ തിരുവുത്ഥാനം കൊണ്ട് ജീവിതത്തെ ജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ. യേശുവിനും അമ്മയ്ക്കും നന്ദി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എന്നെ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ നെൽസൺ. ഞാൻ എറണാകുളം ജില്ല ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ ഇടവക ആലുവ സെൻറ്റ് സേവിയേഴ്സ് ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഇത്രയും വൈകിയത് സാക്ഷ്യം പറയാനായിട്ട് ആദ്യം തന്നെ മാതാവിനോട് മാപ്പ് പറയുന്നു. എനിക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ പറയാനായിട്ട് മടിയാണ്. അത് തന്നെയാണ് കാരണം. എനിക്കെന്നാലും ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര രീതിയിൽ ഉഴപ്പിയിട്ടാണ് ഉടമ്പടി എടുത്തേക്കണത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്ന പോലെ കറക്റ്റ് സമയത്തൊന്നും എണീറ്റൊന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പള്ളികളിലൊക്കെ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ പള്ളിയിൽ പോവും, ആഴ്ചയിൽ കുമ്പസാരിക്കും, ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം എത്തിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. എന്നാലും മാതാവ് എനിക്ക് 2 വലിയ അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ അപ്പനമ്മ ചേച്ചി ഞങ്ങൾ 4 പേര് അടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള കുടുംബം അത് ഭാഗം വെച്ച്, അതിൻ്റെ സ്വത്ത് ഭാഗം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു എമൗണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വീട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു പണയത്തിനൊരു വീടാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് ഞങ്ങൾ ആ വീട്ടിൽ അവിടെ ചെന്നു. 4 ലക്ഷം രൂപയാണ് പണയം പറഞ്ഞത് 1 വർഷത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അവരെ നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് അവർ ആ ഒരു സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് അവർ ആ വീട് പണയം വെച്ച് ഞങ്ങൾക്ക് ആ വീട് തന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് പൈസ അവർക്ക് തരാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് പുതുക്കി അങ്ങനെ 5 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല.
അപ്പോൾ എനിക്ക് എന്തോ ഒരു പേപ്പറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു. അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണയം തന്നാണ് അവരുടെ സ്വന്തം വീട് വെച്ച് അവർ ഓൾറെഡി ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു തുകയായിരുന്നു. അതിൻ്റെ പകുതി അവർ അടച്ചിട്ടുള്ളൂ. പിന്നെ അവർ തവണകളായിട്ട് അത് അടയ്ക്കാത്തതുകൊണ്ട് അവർ വന്ന് ഇത് ജപ്തി ചെയ്യാൻ പോകണമെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നിലവിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 4 ലക്ഷം രൂപ തരാണ്ട് ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്. ഇതൊന്നും തരാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ബാങ്കിൻ്റെ നടപടി അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മേടിച്ച് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, എന്തായാലും ഇത് ജപ്തി ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അവരുടെ അടുത്ത് ചോദിക്കാനാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതിപ്പോൾ നിലവിൽ അവരുടെ വീടും പോവും, ഞങ്ങളുടെ പൈസയും പോവും. ഇനി ഞങ്ങളങ്ങോട്ടും പോകും അവരെങ്ങോട്ട് പോകും എന്നുള്ളൊരു ഇതിലായി. ലാസ്റ്റ് അവർ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. വീട് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ തന്നെ ആദ്യം ചെന്ന് ചോദിച്ചു. പൈസ ഉണ്ടായിട്ടല്ല, മമ്മിയുടെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണവും ബാക്കി അവിടെ നിന്ന് കടവും ഇതൊക്കെ മേടിച്ച് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് അവർ പറയണ ഒരു എമൗണ്ട് കൊടുത്ത് ഇത് ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ അവർ പറഞ്ഞൊരു തുക ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാൽ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കട്ടെ, നിങ്ങൾ അതൊരു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബാങ്കിന് ഈ പറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഇവരുടെ പൈസ അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യും. അപ്പോൾ കുറേ കൂട്ടർ വന്ന് വീട് നോക്കിയെങ്കിലും ആരും വീട് എടുത്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പനും അമ്മയും കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ് ഒരു വീടിന് വേണ്ടി. അവർ കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ആലുവ എന്നുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇവർ ദൂരെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് വീട് പോയി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് പറയണത്, ഇവിടെ വീടുണ്ടാ, നമുക്ക് അങ്ങോട്ട് മാറിയാലോ, അവിടെ സെൻറ്റിന് അങ്ങനെ വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേച്ചി ഭയങ്കര വാശി പിടിക്കും, അത് പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. എൻ്റെ സർക്കിൾ വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എത്ര എന്ത് വന്നിട്ടാണെങ്കിലും ഇവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിക്കും. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കണ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാതാവ് എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണത് എന്നാണോ 2 മാസം, ആ 2 മാസത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ പരിസരത്ത് തന്നെ ഒരു വീടും സ്ഥലവും മാതാവ് എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ എൻ്റെ അപ്പനമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഒന്നുകൂടി സംസാരിച്ച് നോക്കാം, അവർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും ഈ വീട് എടുക്കണില്ല, ഇപ്പം നിലവിൽ ഒന്നുകൂടി നമുക്കൊരു വില പറഞ്ഞു നോക്കാം, അവരെന്താ പറയണം നോക്കാം. അതിൽ ലാസ്റ്റ് ഒന്നുകൂടി അപ്പനമ്മ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പിന്നെ ഒരു വില പറഞ്ഞു, ഞങ്ങളൊരു വില പറഞ്ഞു, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില വെച്ച് ഞങ്ങൾ ഉറപ്പിച്ചു. അതിൽ ലാസ്റ്റ് പിന്നെ അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു അപ്പനമ്മയും കൂടി. അതിൻ്റെ ആദ്യത്തെ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അമ്മയുടെ സ്വർണ്ണങ്ങളും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പേര് സഹായിച്ചു. പിന്നെ ഒരു 16 ലക്ഷം രൂപ പിന്നെയും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൻ്റെ പേരിലാണ് ലോണിന് അപേക്ഷിച്ചത്. അപ്പന് ഒരു 60 വയസ്സായതുകൊണ്ട് അപ്പൻ്റെ പേരിൽ അങ്ങനെ പെട്ടെന്ന് ലോൺ കിട്ടണമെന്ന്, ഇത്ര ഒരു വലിയൊരു എമൗണ്ട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ അവിടെ കിട്ടാത്തതുകൊണ്ട് കുറേ ഈ ബാങ്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പം ലാസ്റ്റ് ദൈവമാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ ലോൺ കിട്ടി. എന്നിട്ട് ആ പൈസ അടച്ച് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കണത്. എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയാണ് എടുത്തത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ആ സമയത്ത് ഞാൻ പഠിക്കണതിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ എനിക്ക് 6 സപ്ലി ഒറ്റയടി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു +2 തന്നെ ഒരു കണക്കിനാണ് പാസ്സായി പോയത്. അപ്പോൾ ഇനി തുടർന്നുള്ള പഠിത്തത്തിലും ഫസ്റ്റ് ഇയർ തന്നെ 6 സപ്ലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതും പോയി കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. ഇത് പഠിക്കണതിന് 1 ലക്ഷം രൂപ അടുത്ത് പഠിക്കണതിന് ചിലവുണ്ട്. അപ്പോൾ ഈ അപ്പനമ്മയും കൂടി ഇത് ഇത്ര കഷ്ടപ്പെട്ട് അടച്ചിട്ട് ഇനി ഞാൻ ഇതും മൊത്തം സപ്ലി അടിച്ച് കൂട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഇയർ അത്ര സപ്ലി കിട്ടിയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സായി.
പിന്നെ ഞാൻ എല്ലാ പരീക്ഷകളിലും പിന്നെ അങ്ങോട്ട് പോകണതിൽ എല്ലാത്തിലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ആരും കാണാൻ ടീച്ചേഴ്സ്മാർ പരീക്ഷകളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ആരും കാണാണ്ട് ഞാൻ പരീക്ഷ പേപ്പറിൻ്റെ അവിടെ ഞാൻ ലോക്കറ്റ് ആയിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഞാൻ വിശ്വാസ പ്രമാണം എത്തിക്കും, മനസ്സാപ്രമാണം എത്തിക്കും. എനിക്കൊരു വിശ്വാസത്തിന് അപ്പോൾ ടീച്ചർമാരെ കാണുമ്പോൾ ചിരിക്കും, എടാ നീ ജയിക്കൂടാ എന്നൊക്കെ പറയും, അങ്ങനെ പറയും. പിന്നെ അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയ പരീക്ഷ തൊട്ട് പിന്നെ ഞാൻ തോറ്റിട്ടില്ല. പിന്നെ ആ 6th സെം വരെ ഞാൻ പാസ്സായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പാസ്സായി ഇറങ്ങിയിട്ട് ഞാൻ ഈ പഠിച്ചതൊക്കെ ഒരു കണക്കിനാണ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. ഞാൻ ഈ എന്താ പറയുക, എൻ്റെ കോളേജിലേക്ക് പോകണ മുമ്പ് ഞാൻ KSRTCയിൽ ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോണിൽ ഒറ്റയടിക്ക് നോക്കിയിട്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. ഒരു അക്ഷരം പഠിക്കാണ്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. എന്നിട്ട് അപ്പോൾ ഈ കാണാപ്പാടമാണ് പഠിക്കണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മൈൻഡിലുള്ളത് അപ്പം തന്നെ എഴുതി വെക്കും. പിന്നെ ഇതിൽ വല്ല ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും, അതും എഴുതി വെക്കും, അതും എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പാസ്സായി. പിന്നെ ഈ ജോലിയുടെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് 6th സെമ്മായപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ടായി. ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനായിട്ട്. അപ്പോൾ വേറൊരു നല്ല ജോലി എങ്ങനെ കിട്ടാനാണ്, കാരണം ഞാൻ ഈ പഠിച്ച് ഇതിൻ്റെ പ്രാക്ടിക്കൽ ബേസ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇലക്ട്രിക്കലാണ്, എനിക്ക് അതിൻ്റെ പറ്റി ഒന്നും അറിയാമായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, എന്ത് ചെയ്യുമെന്നാണ് ഈ മിക്കവരും പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനെ നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ മാതാവിൻ്റെ ഒരു ദൂത് എന്നുള്ള രീതിയിൽ ഒരാളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പഠിത്തം എന്തായി കഴിഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ 6th സെമ്മാണ്, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ട്, ജോലി നോക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിലൊരു ജോലിയുണ്ട്, ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി, എയർപോർട്ടിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. എന്നിട്ട് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാം പാസ്സായി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നീ പിന്നെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ആ ചേട്ടനാണ് അവിടുത്തെ എഞ്ചിനീയർ. എന്നിട്ട് ആ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഡേറ്റ് വന്നു. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താണ് ഉടമ്പടി തൈലം ഇതും ഉപ്പും ഇതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ആ സമയത്ത് ഇൻ്റർവ്യൂ എനിക്ക് ഈസി ആയിരുന്നു. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചോദിച്ച് കുറച്ചൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ എനിക്കിപ്പോൾ നിലവിൽ ജോലി ലഭിച്ചു. ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യണു. ഇതെല്ലാം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ പത്രങ്ങൾ എങ്ങനെ കൊടുത്തിരുന്നത് വെച്ചാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുമ്പസാരിച്ചിരുന്നു, കുഴപ്പമില്ലാണ്ട്. പക്ഷേ മാസത്തിൽ ഒരിക്കലൊക്കെയാണ് പിന്നെ കുമ്പസാരിച്ചത്. പിന്നെ കുർബാന ഇപ്പോൾ പോകുന്നുണ്ട്, ഡെയിലി കറക്റ്റ് പോകുന്നുണ്ട്. പിന്നെ 30 മിനിറ്റോളം ഞാൻ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥന ഞാൻ എന്നും എത്തിക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ എപ്പോഴും എനിക്കിപ്പോൾ ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് എനിക്ക് രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ രാവിലെ എനിക്ക് പറ്റൂല. ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എത്തിക്കണേ. മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ് എൻ്റെ ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും. പിന്നെ ബൈബിൾ ഇപ്പോൾ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്ന മാതാവിനെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയും. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കുകയല്ല. ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമാണതെല്ലാം ഏറ്റെടുക്കുന്നത്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾക്ക് കുലുങ്ങുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഭാവി കാര്യങ്ങൾ, ഭവനമില്ലായ്മ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കുറപ്പാണ് ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് എന്ന്. നമുക്ക് വഹിക്കാൻ താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ, ഭാരങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ വഹിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈശോയും അമ്മയും സ്നേഹത്തോടെ വഹിച്ച് താങ്ങി നിർത്തിയ ഒരു മകൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അലൻ നെൽസൺ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് 5 വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ മക്കൾക്ക് ഒരു ഭവനം നൽകി. അതും ആ മകൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ആ ഭവനം ലഭിച്ചതെന്ന്. ജപ്തിയുടെ വക്കിലായിട്ടും ഓരോ രീതിയിൽ ഈശോയും അമ്മയെ ഇടപെട്ട് ആ ഭവനം അവർക്ക് കൊടുത്തതെന്ന് ആ മകന് ക്ലിയറായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു.
ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ കൂടിയ ദൈവകൃപയിൽ കൂടിയാണ് ആ ഭവനം അവർക്ക് ലഭിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ എത്ര വീഴ്ച ഉണ്ടായാലും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മകൻ പറഞ്ഞതുപോലെ ഉടമ്പടി പലപ്പോഴും മുന്നോട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടി, പക്ഷെങ്കിൽ ഈശോയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതി പോകുമ്പോൾ വഴുതി പോകുമ്പോൾ ദൈവം ഇവരെ താങ്ങി നിർത്തുന്നതായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നിരാശകളെയും നടുവിൽ നമ്മളെ തളർത്താത്ത ഒരു ദൈവമാണ്, സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അങ്ങനെ ഇവർക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുകയും ഈ മകന് ഡിപ്ലോമ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് കഴിഞ്ഞിട്ട് അത് തീർന്നതിന് മുൻപ് തന്നെ, ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെയാണ് മാതാവും ഈശോയും ഈ മകൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു മകനിൽ കൂടെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു, മോനെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയോന്നു. ഇപ്പോഴത്തെ കാലത്ത് എത്രയോ കുട്ടികളാണ് എല്ലാ പഠനവും കഴിഞ്ഞ് എല്ലാ ബിരുദവും നേടി സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഈ മകന് വേണ്ടി കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇടപെട്ട് മോനെ കോഴ്സ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി, ഈ മകന് ഒരറിയാത്ത ഒരു വ്യക്തി, ഒരിക്കലും മുൻപ് കാണാത്ത ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് ഈ മകനോട് ചോദിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേഷനിൽ ജോലി ചെയ്യുകയാണ് ഈ മകന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാ കാര്യവും ഏറ്റു ചെയ്യുന്ന ഒരു ഈശോയും ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകന്. ഈശോയുടെയും അമ്മയുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഉറപ്പുണ്ട്, ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുമെന്ന് നമുക്കും ഉറച്ചു വിശ്വസിക്കാം. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വചന വായനയിലൂടെയും അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. ഈ ശുശ്രൂഷയിൽ എല്ലാം കൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാൻ അനുവദിക്കാത്ത ഒരു അമ്മയാണ്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. അലൻ നെൽസനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് നിസി ഷൈജു, എഴുപിന്ന സെൻറ്റ് ആൻ്റണീസ് ഇടവകാംഗമാണ്. ഞാൻ 2017 ഡിസംബർ 15-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 20ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. 3-ാം തവണയാണ് അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത്. അതിനെല്ലാം അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് കട്ടപ്പനയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ആയിരുന്നു. എൻ്റെ മോന് കാലാവസ്ഥ പിടിക്കാതെ എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വന്ന് നിന്നിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് നാട്ടിലിവിടെ ഒരു വീടെടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഒത്തിരി നോക്കിയെങ്കിലും വീടൊന്നും ശരിയായില്ല. 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് എഴുപുന്നയിൽ 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി എടുക്കാൻ സാധിച്ചത്. ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞങ്ങൾ വീട് വാങ്ങിയത്. 6 വർഷമായിട്ട് മുടങ്ങാതെ ഞങ്ങൾ ലോൺ അടക്കുന്നുണ്ടെങ്കിലും തീർന്നില്ല. പിന്നെ മുതലിലേക്ക് കുറച്ച് പൈസ മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 6 വർഷത്തോളം ഇങ്ങനെ അടച്ചടച്ച് മടുത്തപ്പോൾ ഞാനിവിടെ ഉടമ്പടിയിലൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, കടം എത്രയും പെട്ടെന്ന് തീർത്തു തരികയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ സ്വർണം കുറച്ചുണ്ടായിരുന്നു. പെട്ടെന്ന് സ്വർണത്തിന് വില കൂടുകയും അത് കൊടുത്ത് കടം പെട്ടെന്ന് തന്നെ വീടാനായിട്ട് സാധിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഴജന്തുക്കളുടെ ശല്യം അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു മതിലൂടെ ഒന്ന് കെട്ടി ഒന്ന് സുരക്ഷിതമാക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതിർത്തിയിൽ 3 മരങ്ങൾ, വലിയ മരങ്ങൾ 3 നിന്നിരുന്നു. അപ്പോൾ ഉടമസ്ഥൻ അത് വെട്ടിത്തരാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ മതിലിൻ്റെ പണി ഇങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അതും ഒരു നിയോഗം വെച്ചു. അങ്ങനെ ഉടമസ്ഥൻ തന്നെ ഒരു മരം വെട്ടിത്തന്നു. വേറൊരു മരം ഞങ്ങൾക്ക് വിലക്കെടുക്കാനായിട്ട് അവർ സമ്മതിച്ചു. അങ്ങനെ മതിൽ പണിതു. പിന്നെ ഒരു മരം കൂടി അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കാറ്റും മഴയിലും ആർക്കും ഒരു ഉപദ്രവം കൂടാത്ത രീതിയിൽ തന്നെ ആ മരം വീണു. അങ്ങനെ അവിടുത്തെ പ്രതിബന്ധങ്ങളെല്ലാം തീർന്നു. പിന്നെ ഞാൻ 2003 ഉടമ്പടി 2003 TTC പാസ്സായതാണ്. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല.
ഒരുപാട് ഞാൻ ശ്രമിച്ചെങ്കിലും PSC ലിസ്റ്റിലൊക്കെ വന്നതാണ്. എന്നാലും എനിക്ക് ജോലിയൊന്നും ശരിയായില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടിട്ട് നിർബന്ധമാക്കി. അപ്പോൾ എനിക്കിങ്ങനെ 20 വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് പിന്നീട് സ്കൂളുകളിലൊക്കെ ഡെയിലി വേജസ് ആയിട്ടൊക്കെ ഞാൻ ആദ്യമൊക്കെ പോകുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഗ്യാപ്പ് നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും തരാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ ജോലിയുടെ ആ ഒരു സ്വപ്നമൊക്കെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കേട്ടറ്റും കൂടെ വന്നപ്പോൾ എനിക്കത് ഇനി ഒരിക്കലും ഇതൊന്നും എഴുതിയെടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയായി. ഞാൻ 3 തവണ കേട്ടിട്ട് അറ്റൻഡ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ തോറ്റുപോയി. അപ്പോൾ എനിക്ക് ഉറപ്പായി ജോലി എന്നുള്ള സ്വപ്നം അങ്ങോട്ട് ഉപേക്ഷിക്കണം. അപ്പം ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നിയോഗത്തിൽ ജോലിയുടെ കാര്യം വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ഒരു അനക്കവും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശോ ചിലപ്പോൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടാകില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പതിയെ ഞാൻ ജോലിയുടെ സ്വപ്നമൊക്കെ ഇങ്ങനെ മറന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണ്. ഒരു മോൻ കേട്ടിട്ട് കിട്ടിയ കാര്യം പറഞ്ഞ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിനൊരിങ്ങനെ ഒരു ഉണർവ് തോന്നി. ഞാൻ അപ്പോൾ തന്നെ അതിലൊരു കമൻ്റ് ആയിട്ടിട്ട് മാതാവേ എനിക്കും കൂടി തെറ്റ് കിട്ടിയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ നേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ ഒരു നിയോഗമായിട്ട് കേട്ടിട്ടും വെച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ അങ്ങനെ തോന്നി. പഠിക്കണം എന്നുള്ളൊരു ചിന്ത. ആദ്യമൊക്കെ ഇങ്ങനെ പഠിക്കാനിരുന്നാലും എനിക്ക് പെട്ടെന്ന് ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എനിക്കൊന്നും തന്നെ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് അങ്ങനത്തെ എനിക്ക് ഒരു ചിന്തിക്കാൻ തന്നെ പറ്റണില്ലായിരുന്നു. പക്ഷേ ആ സാക്ഷ്യം കേട്ടാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഉണർവും പഠിക്കണമെന്നുള്ളൊരു ചിന്ത അങ്ങനെ തന്നെ വന്നു. അങ്ങനെ ഞാൻ ഉത്സാഹത്തോടെ ഇരുന്ന് പഠിച്ചു. കേട്ടിട്ട് കാറ്റഗറി 1 മാതാവ് എന്നെ ജയിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ പരീക്ഷാ ഹാളിലൊക്കെ പോകുമ്പോഴൊക്കെ അമ്മയുടെ കാശ് രൂപമായിട്ടാണ് പോകുന്നത്. അതുപോലെ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും ഞാൻ കുറച്ചെടുക്കുമായിരുന്നു. പരീക്ഷാ ഹാളിൽ കൊണ്ട് ഞാൻ അതും കൂടെ ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ കേട്ടിട്ട് 1 നല്ല മാർക്കോടെ അമ്മ പാസ്സാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഞാൻ എപ്പോഴും കൊണ്ട് അപേക്ഷ കൊടുക്കുമെങ്കിലും എന്നോട് BEd ഉള്ളവർക്കേ ചാൻസ് ഉള്ളതെന്നാണ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്കൂളിൽ ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ഒരു സ്കൂളിലെ സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലിക്ക് കയറിക്കോളാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ജോലിയിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ കേട്ടിട്ട് കാറ്റഗറി 2 കൂടി ഒന്ന് എഴുതിയാലോ എന്നിങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ കേട്ടിട്ട് 2 അപ്ലൈ ചെയ്തു. പക്ഷേ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നന്നായിട്ട് പഠിച്ചെഴുതാനായിട്ടൊരു ആത്മവിശ്വാസമാണ് അമ്മ എനിക്ക് തന്നത്. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാനേ സമയം കിട്ടിയില്ല. ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പഠിച്ചില്ല. പക്ഷേ കേട്ടിട്ട് 2 പരീക്ഷയുടെ സമയത്ത് അന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. ഉച്ചകഴിഞ്ഞായിരുന്നു എനിക്ക് പരീക്ഷ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ നടയിരുന്ന് കുറേ പ്രാർത്ഥിച്ചിട്ട് 3 കെട്ട് പത്രവും മേടിച്ച് ഞാനപ്പോൾ തന്നെ ചേർത്തല എക്സ്റേ ഹോസ്പിറ്റലിൽ പോയി അവിടെ വിതരണം ചെയ്തു. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡിലൊക്കെ വിതരണം ചെയ്തതിന് ശേഷം ഞാൻ പരീക്ഷാ ഹാളിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ ഒന്നും പഠിക്കാനില്ല. കാരണം എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ബുക്ക് ഓപ്പൺ ചെയ്തേയില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരീക്ഷ തുടങ്ങി. ഞാൻ എന്തൊക്കെയോ ഞാൻ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കേട്ടിട്ട് 2 അമ്മേനെ ജയിപ്പിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസവും തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു കേട്ടിട്ടൊക്കെ തന്നെങ്കിൽ പിന്നെ ഒരു എയ്ഡഡ് സ്കൂളിലൊരു ജോലി അമ്മ തരുമായിരിക്കും. അപ്പോൾ ഈ സ്കൂളായിരിക്കില്ല എന്നോർത്ത് പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ എനിക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അതെപ്പോഴും എല്ലാ പുതുക്കലിലും ആ ഒരു നിയോഗം ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലിയുടെ ആ ഒരു ഇതില്ലായിരുന്നു. ബാക്കി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വാരിക്കോരി തരുന്നുണ്ട്. എന്നാലും എനിക്ക് ജോലി കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സാക്ഷ്യം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. ജോലി കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്നുള്ളതിൽ. അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം രൂപതയിൽ നിന്ന് ഒരു ടെസ്റ്റിന് വിളിച്ചു. അപ്പം ഞാൻ പോയി ആ ടെസ്റ്റിൽ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ചിന്തിക്കാനോ അവിടെ വരാനോ ഒരു യോഗ്യതയും ഇല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈശോയുടെ കൃപ കൊണ്ട് എന്നെ ഈശോ ആ ടെസ്റ്റിൽ വിജയിപ്പിച്ചു തന്നു. എവിടെ ചെന്നാലും അമ്മ എനിക്കായിട്ടൊരു ദൂതനെ പറഞ്ഞയക്കുന്നത് പോലെയാണ് എനിക്ക് എവിടെ ചെന്നാലും ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആഗ്രഹിക്കാൻ കൂടിയുള്ളൊരു യോഗ്യത ഇല്ലായിരുന്നിട്ട് കൂടി ഈ ജോലി എന്നുള്ളൊരു സ്വപ്നം പോലും ഞാൻ എൻ്റെ മനസ്സിലില്ലാതിരുന്നതാണ്. കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ നിന്ന് അമ്മ എനിക്ക് ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ ടെസ്റ്റും വിജയിച്ചു. ഇൻ്റർവ്യൂവിനും പാസ്സാക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ 25 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്.
അപ്പോൾ എനിക്ക് ശരിക്കും ഏജ് ഓവറാകുന്നതിൻ്റെ വക്കിൽ നിൽക്കണം. 43-ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ടെസ്റ്റിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് ഇത് ലാസ്റ്റ് ചാൻസാണ് അമ്മേ, ഇനി എനിക്ക് ഈ ജോലിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനോ എനിക്ക് ഇനി ഈ ഒരു കാര്യം എനിക്ക് അമ്മയുടെ അടുത്തിന് പറയാനൊന്നും പറ്റത്തില്ല, ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 25 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 25 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 25ാമതായിട്ട് ഞാൻ കയറിയാൽ ഒരു കാര്യവുമില്ല, എനിക്ക് കയറുകയാണെങ്കിൽ ഈ വർഷം തന്നെ കയറിയാലേ എനിക്ക് ചാൻസ് ഉള്ളൂ, കാരണം അല്ലെങ്കിൽ എൻ്റെ ഏജ് ഓവറായി പോകും. അപ്പോൾ ഞാനത് അമ്മയോട് എപ്പോഴും മനസ്സിലെപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ലിസ്റ്റ് ഇട്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു 5-ൽ താഴെയെങ്കിലും ഒരു റാങ്കിൽ വന്നിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാമായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 4ാമത്തെ റാങ്കായിട്ട് അമ്മ മാതാവ് എന്നെ അതിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഞാൻ എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇത് അമ്മയ്ക്ക് ഈ അനുഗ്രഹത്തിന്, ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു ജോലി, അതെൻ്റെ അമ്മ മാതാവ് സാധിച്ചു തന്നു. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഉടമ്പടിയിലൂടെ എല്ലാം സാധിച്ചു തരുന്നുണ്ട്. ജോലി ഇത്രയും നീണ്ടുപോയത് ഇപ്പോഴായിരിക്കാം ദൈവം അത് അനുവദിച്ചതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെനിക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ദൈവം നടത്തി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് ഒരു സംരക്ഷണം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ ഇങ്ങനെ കൂടെ ഉള്ള ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉടമ്പടി എടുത്തതിൽ നിന്ന് കിട്ടി. പിന്നെ ആത്മീയ ജീവിതം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടിയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. പിന്നെ പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്യും. ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലൊക്കെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് ചെറിയൊരു ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൈസ ആവശ്യമുള്ളവർ ചോദിച്ചു വരുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് സഹായിക്കുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഇത്രയും എല്ലാ അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ കുമ്പസാരം മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ശനിയും ഞായറും പള്ളിയിൽ പോകുന്നുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ധ്യാനം, ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ കൂടുകയും അത് അപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും പിന്നെ ജോലി മേഖലയിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ധ്യാനം ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവിടെ പത്രമൊക്കെ വിതരണം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് വശത്തുണ്ട്. സങ്കീർത്തനം 121 5-ാം വചനമാണ്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. ദൈവം ഒരു ഉറങ്ങാത്ത കാവൽക്കാരനാണ്. ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഉടമ്പടി വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ജോലിയില്ലായ്മയാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ എന്ന് വിശ്വസിക്കുമ്പോൾ ഹൃദയത്തിൽ സമാധാനം ലഭിക്കുകയാണ്. നമ്മുടെ യാത്രകളിലും ജീവിതയാത്രകളിലും പ്രതിസന്ധികളിലും ഉടമ്പടി ഉറപ്പ് നൽകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള ആ വാഗ്ദാനം, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ കൂടി ദൈവത്തെ നമ്മുടെ കാവൽക്കാരനായിട്ട് നാം ഓരോരുത്തരെ സ്വീകരിക്കുകയാണ്. വിശ്വാസബന്ധത്തിലൂടെ, വിശ്വസ്തതയിലൂടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിഴലായി ഈശോയും അമ്മയും നമ്മുടെ കൂടെയാണ് ഈ ജീവിതയാത്രയിൽ നമ്മോടൊപ്പമുള്ളത്. ഈശോ എന്ന കാവൽക്കാരൻ്റെ സ്നേഹവും പരിപാലനയും അനുഭവിച്ചറിഞ്ഞ നിസിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണീര് വെറുതെ അല്ല. ആ കണ്ണീര് തുടച്ചു നിൽക്കുന്ന ഒരമ്മയാണ് കൃപാസനത്തിലുള്ളത്. ആ മക്കളുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നിസി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും 5 സെൻറ്റ് സ്ഥലം മേടിച്ചതിൻ്റെ ലോണിൻ്റെ എമൗണ്ട് പേ ചെയ്യാനുണ്ടായിരുന്നു. അത് വർഷങ്ങളായിട്ട് പെൻഡിങ്ങിലായിരുന്നു. കടം വീട്ടുവാനായിട്ട്, ലോൺ അടയ്ക്കുവാനായിട്ട് യാതൊരു വഴി മാർഗവുമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു വഴി ഈശോയും അമ്മയും കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്നാണ് സ്വർണത്തിൻ്റെ വില ഉയരുകയും ആ തക്ക സമയത്ത് അവർക്ക് കുറച്ച് സ്വർണം വിൽക്കാൻ സാധിക്കുകയും ആ ലോണിൻ്റെ കടം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തത്. 43-ാമത്തെ വയസ്സിൽ, അതായത് ഒരു മെറിറ്റുമില്ല. കാരണം ഈ ഏജിൽ ജോലി കിട്ടുവാനായിട്ട് വളരെ പ്രയാസമാണ്. ടെമ്പററി ജോലി കിട്ടുകയും ചെയ്തു. പിന്നീട് അസാധ്യമായ കാര്യങ്ങൾ നടത്തിത്തരുന്ന പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഈ മകള് നിസി വീണ്ടും വരികയാണ്. എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി ലഭിക്കണം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. അക്കാര്യവും അമ്മ ഏറ്റെടുക്കുകയാണ്. കാവൽക്കാരനായ കർത്താവിലേക്കാണ് ഈ മകളുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ കൊണ്ടുപോയത്. അങ്ങനെ 43-ാമത്തെ വയസ്സിൽ രൂപതയിൽ ഒരു ഇൻ്റർവ്യൂ വരികയും അതിൽ
ആദ്യത്തെ 5 റാങ്കിൽ പെട്ടാലേ മകൾക്കൊരു ജോലി ലഭിക്കുമെന്ന് മനസ്സിലായത്. അങ്ങനെ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു, 5-ൽ താഴെ തന്ന് ഏതെങ്കിലും ഒരു റാങ്കിൽ ഉൾപ്പെടുത്തി എന്നെ ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ 4ാം റാങ്കിൽ പെടുകയും നല്ലൊരു ജോലി ലഭിച്ച് ജോലി നൽകി ഈശോയും അമ്മയും ഈ മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതെൻ്റെ മെറിറ്റ് അല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തിൽ ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. അവൻ വീണ്ടും പറയുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ലജ്ജിക്കേണ്ടി വരില്ല എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും അതുതന്നെയാണ്. ഈശോ എന്ന കാവൽക്കാരൻ കൂടിയുള്ളപ്പോൾ, കൃപാസനം അമ്മ പരിപാലിക്കുന്ന നമ്മെ കൈപിടിച്ച് നടത്തുന്ന അമ്മ കൂടിയുണ്ടെങ്കിൽ നമുക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ജീവിതത്തിലും എല്ലാം നമുക്ക് ഉടമ്പടിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭയത്തിന് പകരം വിശ്വാസമാണ്. ഒരമ്മ തൻ്റെ മക്കളെ നിഴല് പോലെ കാത്തു സൂക്ഷിക്കുന്ന പോലെയാണ് കൃപാസനം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് ഈശോ എന്ന കാവൽക്കാരൻ്റെ കൈപിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. നിസിക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൃപാസന പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ മാതാവിനും തിരുകുമാറിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീനാലക്ഷ്മി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ അന്ന് അധികം ഇൻവോൾവ്മെൻറ്റ് ഇതിന് കൊടുത്തിട്ടില്ല. ഞാനാണെങ്കിൽ കോൺവെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുമെങ്കിലും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഞാനാണെങ്കിൽ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ OIT പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ മാവേലിക്കര ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരുടെ കൂടി ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉടമ്പടി എടുക്കുവാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം ഞാനത് കറക്റ്റായിട്ട് ചെയ്യുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും ബൈബിൾ പ്രാർത്ഥനകളെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയാത്തത് കൊണ്ടും എനിക്ക് അതിനോട്ട് പോകാൻ താല്പര്യമില്ലാത്ത രീതിയായിരുന്നു. പിന്നീട് OIT എഴുതി. ആദ്യത്തെ വട്ടം OIT എഴുതി എനിക്ക് ക്ലബിംഗ് സ്കോറാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അടുത്ത വട്ടം എഴുതുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയിലാണ് ഇരുന്നത്. ഞാൻ 2ാമത്തെ വട്ടം എഴുതി, അതും ക്ലബിംഗ് സ്കോറോടെ തന്നെയാണ് പോയത്. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അങ്ങനെ 3ാമത്തെ വട്ടം ഉടമ്പടി എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഞാൻ പോയി കാശുരൂപം കൊണ്ട് എഴുതി. ആ സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് ആദ്യത്തെ റീഡിങ്ങിൻ്റെ പാർട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. 15 മിനിറ്റ് കൊണ്ട് ചേർക്കുന്നത് അതിൻ്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടി. അതുകൊണ്ട് ഞാൻ Bയും Cയും ഒട്ടും ഇതില്ലാതെ നിന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര മാർക്ക് കുറവ്, എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 8th മന്തിലാണ്, എൻ്റെ പ്രഗ്നൻസിയുടെ 8th മന്തിലാണ് ഞാനത് OIT എക്സാം എഴുതുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് നല്ല സ്കോറോടെ തന്നെ പാസ്സാകാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ പക്ഷേ 8th മന്ത് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നോക്കുന്നില്ലായിരുന്നു. പക്ഷേ ക്ലബിംഗ് സ്കോർ 2 കൂടെ കൂട്ടി എനിക്ക് പോകാൻ പറ്റുന്നൊരു രീതിയായിരുന്നു. അങ്ങനെ പിന്നീട് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് ഇതിരിക്കുമ്പോഴാണ് ന്യൂസിലാൻഡിന് എനിക്കിപ്പോൾ ഉള്ള സ്കോറിൽ പോകാൻ പറ്റും. പിന്നെ അതേപോലെ അവിടുത്തെ എക്സ്പീരിയൻസ് 2500 അവേഴ്സായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1.5 years എനിക്ക് ആ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയായി. അങ്ങനെ നോർമൽ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജൂണൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും ഏജൻസിക്കാർ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അതേ ഇതിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു. എല്ലാം നല്ല സ്മൂത്ത്ലി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിസ മാത്രം അവർ ഇടുന്നില്ല. ഏജൻസിക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിന്നെക്കാട്ടി മുമ്പ് വന്നവരുടെ ഒത്തിരി ഇരിക്കുന്നുണ്ട്, അവർ ഇടട്ടെ, അവരൊരു ഓർഡർ വൈസിലാണ്, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. പിന്നീട് എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങളിനകത്താണെങ്കിൽ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയും. അന്നേരം ഞാൻ സാക്ഷ്യങ്ങളിനകത്തും പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിനകത്താണെങ്കിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു 28
ഒക്ടോബർ 28 ആണ് ഇവിടുത്തെ ജപമാല റാലിന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ 28 ജപമാല റാലി ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് വൈകിട്ട് വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ പാസ്പോർട്ടിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതി വെച്ചു, എനിക്ക് 28 ഒക്ടോബറിന് മുമ്പ് ന്യൂസിലാൻഡിൽ എത്തണം എന്ന്. അങ്ങനെ എഴുതി വെച്ചിട്ട് അന്ന് പ്രാർത്ഥിച്ചു കിടന്നു ഉറങ്ങി. രാവിലെ ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഈ വർഷം ഇനി അങ്ങോട്ട് ഒരു പ്ലേസ്മെൻറ്റും ഇല്ല, അതുകൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല, നെക്സ്റ്റ് ഇയറിലെ പ്ലേസ്മെൻറ്റ് വരത്തുള്ളൂ. അന്നേരം എനിക്ക് ആദ്യമേ ഭയങ്കര സങ്കടമായി, ഞാൻ എന്ത് ചെയ്തിട്ടാണ് മാതാവേ അങ്ങനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉപവാസങ്ങളും മറ്റും ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ ആരാധന കൂടാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ സെപ്റ്റംബർ 30 എൻ്റെ വിസ അവർ ഇട്ടു. ആദ്യമേ വിസ ഇടുന്നതിൻ്റെ സമയത്ത് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എൻ്റെ ആണെങ്കിൽ പേയ്മെൻ്റ് ഒന്നും ആവുന്നില്ലായിരുന്നു, ഡെബിറ്റ് കാർഡിന് എന്തോ പ്രോബ്ലം. ഓൾറെഡി ഇതെല്ലാം ക്ലിയർ ആക്കി വെച്ചേ, പക്ഷേ ആ സമയത്ത് എന്തോ കാരണം കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. പിന്നീടാണെങ്കിൽ ഞാനാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാനാണെങ്കിൽ അയച്ചു നോക്കിയപ്പോഴത്തേന് അത് സ്മൂത്തായിട്ട് പോയി. അതേപോലെ തന്നെ അന്നേരം ആ ഒരു ടെൻഷനിൽ ഞാനാണെങ്കിൽ വചനപ്പെട്ടി എടുത്തപ്പോൾ നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നതെന്നുള്ള വചനം കിട്ടി. ആ വചനമാണ് ഇന്നും ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു സെപ്റ്റംബർ 30 വിസ ഇട്ടെങ്കിൽ ഒക്ടോബർ 7 എനിക്ക് വിസ ലഭിച്ചപ്പോഴും എനിക്കാണെങ്കിൽ അവർ മെസ്സേജ് അയച്ച്, നീ എന്നോട് ചോദിച്ചുകൊണ്ടും എന്നാ പ്ലേസ്മെൻ്റ് എന്നും പറഞ്ഞ് ചോദിച്ച് മെസ്സേജ് അയക്കണ്ട, ഇപ്പം വിസ കിട്ടിയ ആർക്കും ഈ വർഷം തന്നെ കയറി പോകാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ഇയറേ കയറി പോകാൻ പറ്റൂ, അലോട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു പ്ലേസ്മെൻറ്റ് ഇപ്പം ഇല്ല എന്ന്. അങ്ങനെ ആയപ്പം പക്ഷേ ഓക്കെ, ഞാനത് എൻ്റെ സമയമായിട്ടില്ല, അടുത്ത വർഷമായിരിക്കാം അങ്ങനെ വിചാരിച്ച് ഞാൻ ഓക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, എൻ്റെ അവിടെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, അഡാപ്റ്റീവ് കോഴ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നേഴ്സിങ്ങിൻ്റെ അത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ആണ് ആ യൂണിവേഴ്സിറ്റി, ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, നിനക്കിപ്പം ഒക്ടോബർ 16 മുമ്പ് നീ ന്യൂസിലാൻഡിൽ എത്തണം, ഒക്ടോബർ 16 നിൻ്റെ ക്യാബ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന്. അങ്ങനെ ഏജൻസിക്കാർ എന്നെ ഒരുപാട് വട്ടം വിളിച്ചു, ഇത് പെട്ടെന്ന് വന്നതാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, സോ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളാൻ. അങ്ങനെ ഞാൻ 14 ടിക്കറ്റ് എടുത്തു. ഞാനവിടെ 16 എത്തി. ഞങ്ങൾക്ക് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ തന്നതുകൊണ്ട് 17 എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഈ വഴിയാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോയപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്, എനിക്ക് ആരെയും അവിടെ അറിയാവുന്നവരും ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നീ ഉള്ള സ്ഥലത്ത് തന്നെ എന്നെ എത്തിക്കണേന്ന് പറഞ്ഞു. അന്നേരം ആണെങ്കിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് വേറെ ആരെയും അറിയത്തില്ല, ഏജൻസിക്കാരെ ആകെപ്പാട് ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത ഏജൻസിക്കാരെ മാത്രമേ എനിക്കറിയാവുള്ളൂ. യൂട്യൂബ് വഴിയാണ് ഏജൻസിയെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അത് മാത്രമേ എനിക്കറിയാവുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണെങ്കിൽ എന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കാരണം എനിക്ക് അറിയാവുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടൈം ഫ്രെയിം അവിടെ ഞാനാണെങ്കിൽ ഒരു മന്തിലേക്കായിരുന്നു ആ കോഴ്സ് ചെയ്തത്. ആ ടൈം കഴിയുമ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കണം. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലത്ത് മാതാവിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്, ക്യാപിറ്റിന്ന് വില്ലിംഗ്ടണിലെ. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ വലിയൊരു മാതാവിൻ്റെ ഇതുണ്ട്, മാതാവാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത്. മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ നിൽക്കുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 minutes ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു പള്ളിയിലേക്ക് പോകാൻ. അന്നേരം ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഈ അയർലൻഡ് UK പോയി കഴിയുമ്പോൾ നമുക്ക് പള്ളിയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനകളിലൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് തെന്നി മാറുന്നു എന്നൊക്കെ ഉള്ളത്. അന്നേരം എനിക്ക് മാതാവേ, ഞാൻ എപ്പോഴും നിൻ്റെ അടുത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നിന്നെ വേണം എൻ്റെ കൂടെ, എനിക്ക് നിന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം വരെ നിൽക്കുന്നത്. ഇപ്പോൾ അവധിക്ക് ഞാൻ അവിടുന്ന് വന്നപ്പോഴും ഞാൻ മാതാവിനോട് പോയി പറഞ്ഞു, ഞാൻ ദാണ്ട വരുവാ സാക്ഷ്യം പറയാൻ നിൻ്റെ അടുത്തോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നീട് ഞാൻ നിൽക്കുന്ന വീട്ടിൽ അവിടെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് നോർമൽ ഇവിടെ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ അവിടെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ വന്നവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു, കാരണം ജോബ് കിട്ടാതെ. അന്നേരം ഞങ്ങളുടെ ഏജൻസിക്കാർ പറയുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ കയറിക്കണം, നിങ്ങൾ നല്ല ഫെസിലിറ്റി നോക്കി നിൽക്കേണ്ട. അന്നേരം എനിക്കാണെങ്കിൽ 1.6
ഇയേഴ്സ് എക്സ്പീരിയൻസേ ഉള്ളൂ. അവിടെയുള്ളവർക്കെല്ലാം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. പിന്നെ കൂടുതലും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. എനിക്കാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, നാളെ ഇൻ്റർവ്യൂവിന് വരണമെന്ന്. ഷോർട്ട് നോട്ടീസ് തന്നെയാണ്, ഡയറക്റ്റ് വരാമോ എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ചെന്നു. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ജപമാലയും ഉണ്ടായിരുന്നു, കാശുരൂപവും ഉണ്ടായിരുന്നു. അന്നേരം മീൻസ് മെയിനായിട്ടുള്ള ഒരാൾ ഇന്ത്യൻ ആയിരുന്നു, പക്ഷെ ബാക്കി എല്ലാവരും അവിടുത്തെ ഒഫീഷ്യൽസ് ആയിരുന്നു. അന്നേരം അവരവിടെ ഇരുന്നിട്ട് എന്നോട് മീൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ കാശുരൂപത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനല്ല ആൻസർ പറയുന്നത്, നീ ആൻസർ പറയുന്നത്, എനിക്ക് വേണ്ടി എന്തായാലും നീ എനിക്ക് വേണ്ടി സംസാരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല മീൻസ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ബ്രദർ എന്നോട് പറഞ്ഞു, ലാസ്റ്റ് 2 ഇയറിൽ ഞാൻ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ്, നിനക്ക് ഞാൻ ഈ പ്ലേസ്മെൻറ്റ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം അത് 23rd ഡിസംബറിലായിരുന്നു. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, 25th ഡിസംബർ എനിക്ക് ക്രിസ്മസ് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റണേ മാതാവേ, സങ്കടപ്പെട്ട് തിരിച്ചു പോവുമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ നിൽക്കരുത്, എനിക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റണേന്ന്. അങ്ങനെ എനിക്ക് 23rd അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ഹസ്ബൻഡേയും മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ലീവിങ് റിലേഷൻഷിപ്പ് 6 മന്ത്സേ കാണിക്കാനുള്ളൂ. പിന്നെ ന്യൂസിലാൻഡിലേക്ക് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്, മീൻസ് എവിടെയെങ്കിലും അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു തെളിവല്ല, അതിന് പകരം നമ്മൾ വേറെ ഓരോന്ന് മീൻസ് ബാങ്ക് അക്കൗണ്ട്, പ്രോപ്പർട്ടി, അങ്ങനത്തെ ഒരുപാട്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതും ഞങ്ങൾക്ക് കാണിക്കാനില്ലായിരുന്നു. അന്നേരം ഞാൻ ലീഗൽ അഡ്വൈസറിനോട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഇട്ട് നോക്ക്, ചിലപ്പം കിട്ടും, കിട്ടിയില്ലെങ്കിൽ 6 മന്ത്സ് ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഇവിടെ വിസിറ്റേഴ്സ് വിസയിൽ കൊണ്ടുവന്നിട്ട് നിനക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതെന്നുള്ള അവരുടെ ഒരുമിച്ച് നിന്നു എന്നുള്ള പ്രൂഫ് കാണിക്കുക, അങ്ങനെയാകുമ്പം ചിലപ്പോൾ ഇമിഗ്രേഷൻ തരുമെന്ന്. അന്നേരം ഓക്കെ. അന്നേരം എല്ലാവരും പറഞ്ഞു അത് റിസ്ക്കാ, വെറുതെ നീ അങ്ങനെ ഇട്ട് നോക്കണ്ട, വെറുതെ പൈസ പോകത്തേ ഉള്ളൂ. അന്നേരം പക്ഷേ ഞാൻ മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാനത് ഇട്ടു. എനിക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ റെസിഡൻസി കിട്ടി. എന്നോടാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും അവർ ചോദിച്ചിട്ടില്ല. അത് എന്താണെന്ന് ഇപ്പോഴും അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതം, എന്തു പറ്റി, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കതിൽ പറയാൻ പറ്റും. എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കുകയാണെന്ന്. മൂന്നാമത്തെ കാര്യം, എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ലൈസൻസ് അവിടെ കുഴപ്പമില്ല, കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ നാട്ടിലെ ടെസ്റ്റ് പോലെ തന്നെ ചെയ്താൽ മതി, അത് ഓക്കെയാണ്. പക്ഷേ റോഡ് ടെസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ്, മീൻസ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാൽ പോലും നന്നായിട്ട് നാട്ടിൽ ഓടിക്കുന്നവരായാലും അവിടെ ഓടിക്കുന്നവരായാലും ഭയങ്കര പാടാണ് കിട്ടാൻ. ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും ആർക്കും കിട്ടത്തില്ല, അങ്ങനെ കേട്ടിട്ടുമില്ല. അന്നേരം ഞാനാണെങ്കിൽ നാട്ടിൽ ഒരു വണ്ടി പോലും ഓടിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ട്, വർക്കിങ്ങിന് പോകുന്നത് അതുകൊണ്ട് ഞാൻ കാർ ഓടിക്കുമായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് ഓടിക്കും, എങ്കിലും എനിക്കതിന് ലോസും അങ്ങനെ റൂൾസൊന്നും അധികം അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് എല്ലാവരും പറഞ്ഞു, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ടെസ്റ്റിന് പോകുന്നുണ്ട്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ചുമ്മാ വരാം, നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കയറിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കിട്ടണേ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപം വെച്ച് ഞാൻ വണ്ടി ഓടിച്ചു. ആ സ്റ്റോപ്പിലെത്തിയപ്പം മീൻസ് അത് എൻ്റെ എത്തിയപ്പം അന്നേരം അവർ പറയുന്നത് പാസ്സാണോ ഫെയിലാണോ എന്ന്. അന്നേരം എൻ്റെ കയ്യിൽ കൺഗ്രാജുലേഷൻ എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് പാസ്സാണെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആർക്കും അവിടെ ഉള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കിട്ടി, അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ആരും ഇപ്പോഴും വിശ്വസിക്കത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞാൻ പറയാതെ പോയി നേരത്തെ എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ അതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കിട്ടി. ഇന്ന് ഈ നിമിഷം വരെ മാതാവിനെ പൊന്നുപോലെ കാത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആ ഉടമ്പടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മാതാവ് എനിക്ക് വേണ്ടത് എന്തെന്ന് നോക്കി മാതാവ് ഒരു അമ്മയെ പോലെ എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ തന്നെയാണ് മാതാവ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആ ഒരു സമയത്ത് എനിക്കാണെങ്കിൽ അധികം സഹായിക്കാനോ കാര്യങ്ങളോ പറ്റില്ലായിരുന്നു, ജോലിയും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വരുമാനം കിട്ടിയപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയം വരുമ്പോൾ ഞാൻ എല്ലാവരെയും സഹായിക്കാം. ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് സഹായം ഞാൻ ഇന്നുവരെ ചെയ്യുന്നുണ്ട്. രോഗികൾക്കായാലും സഹായിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അതേപോലെ
ഉപവാസം ബുധനാഴ്ചയും ശനിയാഴ്ചയും മോർണിംഗ് ഉപവാസം എടുക്കുന്നുണ്ട്. ബൈബിൾ ഞാൻ എൻ്റെ കയ്യിൽ ബൈബിളില്ല, പക്ഷേ ഞാനാണെങ്കിൽ PDF ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ബൈബിൾ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ വിസയുടെ ഡേറ്റാണ്. ഞാൻ ഒക്ടോബർ 28 മുമ്പ് ചെല്ലണമെന്ന് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ വന്ന് സെപ്റ്റംബർ 13 ഇട്ടത്, പക്ഷേ ഉടമ്പടി എടുത്തത്. പിന്നീട് ഒക്ടോബർ 7 എനിക്ക് വിസ കിട്ടുകയും ഒക്ടോബർ 17 ഞാൻ ന്യൂസിലൻഡിലെത്തി എൻ്റെ ക്യാബ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. മോശ തൻ്റെ അയോഗ്യതയെപ്പറ്റി ദൈവത്തോട് പറഞ്ഞപ്പോൾ അവൻ്റെ കഴിവുകളെക്കുറിച്ചല്ല, തന്നെക്കുറിച്ച് തന്നെയാണ് ദൈവം ഉറപ്പ് നൽകുന്നത്. മോശ അയോഗ്യനാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മോശയ്ക്ക് ഉറപ്പ് നൽകിയത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി. നമ്മുടെ ജീവിതത്തിലും മരിയൻ ഉടമ്പടിയിലൂടെ നമ്മളും ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ വാഗ്ദാനമാണ് ചെയ്യുന്നത്. ദൈവം നമ്മോട് പറയുന്നത്, ഉടമ്പടിയിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ്. അവിടുന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അരുളി ചെയ്ത പോലെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ശക്തിയും മനസ്സിലാക്കിയ ആ ദൈവാനുഭവം അനുഭവിച്ചറിഞ്ഞ ശ്രീന ലക്ഷ്മിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്കാർക്കും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ ഉടമ്പടിയിലുള്ള മക്കൾക്ക് ദൈവസാന്നിധ്യം ഉറപ്പാണ്. ഈ സാക്ഷ്യത്തിൽ നമുക്കതുവണ്ണം മനസ്സിലാകുന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്ടോബർ 28 മുമ്പ് ഞാൻ ന്യൂസിലാൻഡിൽ എത്തണമെന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് സമയത്തിന് മേൽ അധികാരമുള്ള കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈ മകൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 7 വിസ ലഭിക്കുകയും 17 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് അവിടെ ന്യൂസിലാൻഡിൽ എത്താൻ സാധിക്കുകയും ചെയ്തു. വിസിറ്റിംഗ് വിസ കിട്ടുകയും ചെയ്തു. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളും പടിപടിയായിട്ട് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നത്. ആ ദൈവ സാന്നിധ്യം, ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യമാണ് ഈ മകൾക്ക് ഓരോ കാര്യം മുന്നോട്ട് പോകുവാനായിട്ട് സഹായിച്ചത്. പിന്നീട് കുടുംബത്തെയും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള PR ആണ്. അതും നിഷ്പ്രയാസം തന്നെ. ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും പക്ഷെങ്കിൽ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തിലൂടെ അതും ലഭിക്കുകയും ചെയ്തു. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആ മകൾ നല്ല രീതിയിൽ പറയുകയും ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചത്. ഇത് ഈശോയും അമ്മയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അതും ഒരു ഫോറിൻ കൺട്രീസിലൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജയിക്കാനും PR ലഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു കൃപ ലഭിക്കണമെങ്കിൽ അത് ഉടമ്പടിയിലുള്ള മക്കളുടെ ജീവിതത്തിൽ മാത്രമേ നമുക്കിതൊക്കെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ മകളുടെ എല്ലാ കാര്യത്തിലും ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് ഈ മകളും അമ്മയുടെ കരം പിടിച്ചാണ് ഓരോ കാര്യത്തിലും അമ്മ എൻ്റെ കൂടെയുണ്ട്. ഈ മകൾ പറഞ്ഞതുപോലെ എന്നെ അമ്മയെ പോലെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ഈ മകൾ പറഞ്ഞത്. അതാണ് ആ അമ്മയോടുള്ള ബന്ധം. ഈ ഉടമ്പടി ബന്ധമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദാനമാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ ബന്ധമാണ്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീന ലക്ഷ്മിക്ക് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ഈശോ തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോഫിയ. ഞാൻ UK നിന്ന് വരുവാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജനുവരി 19, 2023 ഉടമ്പടി എടുക്കാൻ കാരണമായത് ഇതുപോലെ വിസിറ്റ് വിസയിൽ UK പോകാൻ വേണ്ടിയാണ്. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് അവിടെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് അവിടെ വെച്ച് അസുഖം ഉണ്ടാവുകയും അവളെ നോക്കാൻ ആരും ഇല്ലാതാവുകയും വരികയും ചെയ്തപ്പം എനിക്ക് അവിടെ പോകാൻ വേണ്ടി വിസിറ്റ് വിസയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കുറേ ഏജൻസി ഞാൻ സമീപിച്ചു. അവർ പറഞ്ഞു എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല, പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ ഒരു യൂട്യൂബ് ഒരു പേജിൽ കൂടെ ഒരു ചേച്ചിയെ പരിചയപ്പെടുകയും ആ പുള്ളിക്കാരി എല്ലാ പേപ്പേഴ്സ് റെഡിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ UK പോവുകയും ചെയ്തു.
അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ജോബ് വിസയെ പറ്റി അറിയുകയും ഒരു പുള്ളിയെ പരിചയപ്പെടുകയും ആ പുള്ളിക്ക് 10 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ആ പുള്ളി വിസ തരാമെന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഞാൻ അവിടുന്ന് 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുള്ളി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായി വിസ ഇൻ്റർവ്യൂ എന്നാ? പുള്ളി വന്ന് നെക്സ്റ്റ് മന്ത് അങ്ങനെ ഓരോ മാസവും നീണ്ടുപോയി. അങ്ങനെ എനിക്ക് അവസാനം ഞാൻ പുള്ളിയെ ഒരു ദിവസം വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുക്കാതായി. 2 ദിവസം 3 ദിവസം അങ്ങനെ കുറേ ദിവസം ഞാൻ ട്രൈ ചെയ്തു, പുള്ളി എടുക്കുന്നില്ല. അവസാനം ഞാൻ പുള്ളിയുടെ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ വീട് തൊടുപുഴയായിരുന്നു. അങ്ങനെ എനിക്ക് പുള്ളിയുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ പേരും മാത്രം അറിയാം. അത് വേറൊരു പരിചയക്കാരൻ വഴി പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം എനിക്ക് ആകപ്പാടെ പുള്ളിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമാണുള്ളത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ബാങ്കിൽ പോയി, മണിമല ബാങ്കിൽ. അവിടെ പോയപ്പം അങ്ങനെ ആർക്കും ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടോ മാതാവിൻ്റെ ഈശോയുടെ ഒരു അനുഗ്രഹത്താൽ എനിക്ക് ആ മാനേജർ എനിക്ക് എല്ലാ ഡീറ്റെയിൽസ്, ആ പുള്ളിയുടെ വീട്ടുപേര് സഹിതം എനിക്ക് ആ ഡീറ്റെയിൽസ് തന്ന് എനിക്ക് അന്ന് 3 മക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ അതിനേക്കാട്ടിൽ വലിയൊരു അവസ്ഥയാണ്. ഒരു പാവം ഒരു അപ്പനും അമ്മയും മാത്രം. അവരടുത്ത് മോൻ പല തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ഈ മോൻ പുള്ളി കുറേ തട്ടിപ്പ് നടത്തി. അങ്ങനെ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിസയിൽ കാശ് മേടിച്ച് പുള്ളി അവിടെ UK സെറ്റിലായതെന്ന് ഞാൻ അവിടെ ചെല്ലുന്ന നിമിഷമാണ് അറിയുന്നത്. അങ്ങനെ എനിക്ക് ആകെപ്പാടെ കരച്ചിലായി. അത് എൻ്റെ അപ്പന്മാർ തന്ന കാശാണ്. അവരങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് തന്ന കാശാണ്. ആ കാശാണ് പോയത്. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇവിടെ വന്നു. ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. എനിക്ക് അച്ഛനെ കാണാനോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ കിട്ടി. എൻ്റെ കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ വിസയുടെ തന്നെ ആ പുള്ളി അയച്ചെന്ന് പറ്റിച്ച കുറേ പേപ്പേഴ്സ്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഞാൻ ആ പുള്ളിക്ക് ഓരോ പ്രാവശ്യം പുള്ളി പറയുമ്പോൾ ഇട്ട് കൊടുത്ത കാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഞാനിവിടെ വന്നു, അച്ഛനെ കാണാൻ നിന്നു. എൻ്റെ കയ്യിൽ ആ ഒഴുകെട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നതിൽ അച്ഛൻ എൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് എടുത്തത്. അച്ഛൻ എന്നിട്ട് അത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു ലോക്കറ്റ് തരികയും ചെയ്തു. അതിന് ഒരു ദിവസം മുന്നേ ഇങ്ങനെ ഫുൾ കരച്ചിലും പ്രാർത്ഥനയാണ്. എന്നാൽ ഞാൻ MBA കഴിഞ്ഞിട്ട് 10 വർഷമായി. അങ്ങനെ ജോലിക്ക് ഞാൻ പോയില്ല. അങ്ങനത്തെ ഉള്ളൊരു ഇതുമുണ്ട്. അങ്ങനെ ഇത് എൻ്റെ അവസാനത്തെ ഒരു ഇതാണ്, UK പോകണം, അവിടെ പോയി സെറ്റിൽ ആവണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അതിൻ്റെ തലേദിവസം എനിക്കിതുപോലെ ഒരു ദർശനം ഉണ്ടായി. ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് ഒരു പേപ്പർ എടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ അത് തന്നെ നെക്സ്റ്റ് ഡേ ഞാനിവിടെ രാവിലെ വന്നു, അച്ഛനെ കാണാൻ കിട്ടി. അന്നേരം അച്ഛൻ ആ ഒരു പേപ്പർ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി ഇതുപോലെ പറഞ്ഞു, ഞാൻ വേറൊരാളെ പരിചയപ്പെട്ടു, പുള്ളി വിസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി 20 ലക്ഷം ചോദിക്കുന്നത്. ഞാൻ 20 ലക്ഷം ഇനി എവിടെ നിന്ന് എടുക്കാൻ? ഇപ്പം തന്നെ അപ്പനും എല്ലാം സഹായിച്ചാണ് ഈ 10 ലക്ഷം അറേഞ്ച് ചെയ്തത്. ഇനി 20 ലക്ഷം എവിടെ നിന്ന് കൊടുക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു സാരമില്ല, നമുക്ക് എങ്ങനെയും. പക്ഷെ പുള്ളി പറയുന്നത് വിസ തരാം, സ്പോൺസർഷിപ്പും തരാം, കാശ് പതുക്കെ കൊടുത്താൽ മതിയെന്നാണ്. അത് ഞാൻ പറഞ്ഞു ശരി, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് നൈറ്റ് തന്നെ ഒരു പൈസ പോലും കൊടുക്കാതെ പുള്ളി എനിക്ക് സ്പോൺസർഷിപ്പ് എൻ്റെ മെയിലിൽ, ഇവിടുത്തെ സമയം രാത്രി 12 മണി ആയപ്പം എൻ്റെ മെയിലിനകത്ത് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് ആ പുള്ളിക്ക് കുറേശ്ശെ കാശ് കൊടുക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഞങ്ങൾ 5 പേർക്ക് ഫാമിലി വിസയോടുകൂടി ഞങ്ങൾക്ക് UK പോകാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ പ്രോബ്ലംസ്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ഉം 5ഉം 3ഉം വയസ്സുള്ളൂ. എൻ്റെ കുഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ അവന് 1.5 വയസ്സേ ഉള്ളൂ. അന്നേരം അവനെയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി അവർ രാവിലെ വിളിച്ചു കുറേ പോകണം, വെളുപ്പിനെയൊക്കെ വിളിക്കുന്നവർ, ഇന്ന അടുത്ത് പോകണം, എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അന്ന് ഞാൻ ഈശോയോട് വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോയെ എന്തുകൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളെ, അവിടുത്തെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. അങ്ങനെ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ സേഫ് ഗാർഡിങ് ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഒരു ജോലി തന്ന് വീണ്ടും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ
6 മന്ത്സിനുള്ളിൽ അവിടെ ചെല്ലുന്ന ഞാൻ ഫെബ്രുവരി 11, 2024 അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ്, അതായത് ഓഗസ്റ്റിൽ ഞാൻ ചുമ്മാ ഒരു നൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പം ഞാൻ ചുമ്മാ ഒരു ഇൻഡീഡിനകത്ത് അപ്ലൈ ചെയ്തു. അതും മാതാവിൻ്റെ പച്ചത്തിരിയിലുള്ള പേരിലുള്ള ഗ്രീൻ ഹിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എനിക്കറിയാം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ തന്നെ അവരെന്നെ വിളിക്കുകയും എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു. അന്നേരവും എനിക്കൊരു സ്കോപ്പും ഇല്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോന്നോ അല്ലെങ്കിൽ പാസ്സാവുമെന്നോ അല്ലെ അവിടെ സ്പോൺസർഷിപ്പ് ഉണ്ടോന്നോ. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ നിൽക്കാനും പറ്റത്തുള്ളൂ, മറ്റേ ജോലിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്തിട്ട് ന്യൂ ജോബിലോട്ട് കയറാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് ഒരു ട്യൂസ്ഡേ ആയിരുന്നു. അന്ന് ഞാൻ അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടി പോകുന്നത്. അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്തോ വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് വേണം, എനിക്ക് എന്നാലേ ജോലി കണ്ടിന്യൂ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ എൻ്റെ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നിന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡിലേ വന്നു. അന്നേരം എൻ്റെ ഈ ജോലിയിൽ ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക, സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നിൽക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും സെപ്റ്റംബർ 30 എനിക്ക് മാതാവ് പുതിയ വിസ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ പുതിയ ജോലി കയറി. അങ്ങനെ മാതാവിനെ കൊടാനും കൊണ്ട് തന്നി, അമ്മ മാതാവിനെ തിരുക്കുമാരനും തന്ന. പിന്നെ ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അമ്മയുടെ കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ അമ്മമാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനും പിന്നെ ഞാൻ ഈ ഫേസ്ബുക്കിലും അതിലൊക്കെ ഒത്തിരി പേര് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന സഹായവും അന്ന് ഞാൻ ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആൻറ്റിയുടെ മോക്ക് ഫീസ് അടയ്ക്കാനൊക്കെ കാശ് കൊടുക്കുകയും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പത്രം മേടിച്ച് വേളാങ്കണ്ണിക്ക് കൊണ്ട് കൊടുക്കുകയും പിന്നെ ഇംഗ്ലീഷ് പത്രം മേടിച്ച് UK അവിടെ ഉള്ള പള്ളികളിലും അവിടെയൊക്കെ കൊടുക്കുകയും ചെയ്തു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലും എനിക്ക് പറ്റുന്ന സമ്മേളനങ്ങളിലെല്ലാം ഞാൻ സൺഡേസിൽ പള്ളി പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പിന്നെ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളൊന്നും ഞാൻ മുടക്കാറുമില്ല. പിന്നെ ഇവിടെ വെച്ചായിരുന്നപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന മുടക്കാതെയും കുഞ്ഞുങ്ങളെയും ആത്മീയതയിൽ വളരാനും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യാറുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. സോഫിയ എന്ന മകൾ ഉടമ്പടി ചെയ്ത് അനശ്വരമായ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഈശോയോട് ഉടമ്പടി ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നത് എന്നാണ് ഈ സാക്ഷ്യമേറ്റ് പറയുന്നത്. വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു സമയത്താണ് ഇവിടെ വന്ന് സോഫിയ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. UK ഒരു നഴ്സിംഗ് വർക്കിന് വേണ്ടി പോകാൻ ഒരു ഏജൻറ്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഒട്ടും തന്നെ തിരിച്ച് ലഭിക്കുകയില്ല എന്ന് ഉറപ്പായി. അപ്പോൾ വളരെ സങ്കടത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അദ്ദേഹത്തിൻ്റെ ആ ഏജൻറ്റിൻ്റെ വീടിൻ്റെ മുന്നിൽ അവിടെ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം സ്ഥാപിക്കുകയും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മനപരിവർത്തനമുണ്ടാവുകയും ഇവർക്കുള്ള ഒരു വലിയ എമൗണ്ട് തിരിച്ചു നൽകാനുള്ള കൃപ പരിശുദ്ധ അമ്മ നൽകുകയും ചെയ്തതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് അച്ഛൻ അപ്പോൾ ചെയ്തത് ഇവർക്ക് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മയുടെ ആ സ്വപ്നമുണ്ടായതുപോലെ തന്നെ ജോസഫ് അച്ഛൻ ആ സ്വപ്നത്തിൽ ചെയ്തതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ മാത്രമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് ഈശോ അവർക്ക് കൃപ നൽകി ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടാനുള്ള വലിയ സാധ്യതകളുണ്ടായതെന്ന് ഏറ്റുപറയുന്നു.
അതുപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ അവർക്ക് ഗ്രീൻ ഹിൽ എന്ന നഴ്സിംഗ് ഹോമിൽ അവിടെ ജോലി കിട്ടുവാനും ഒട്ടും തന്നെ തടസ്സങ്ങളില്ലാതെ അവരെ കൃത്യമായ ഉടമ്പടി പാലിച്ചു പോകുന്നതുകൊണ്ട് ഈശോ അവർക്ക് നൽകിയ കൃപകളും അനുഗ്രഹങ്ങളും വളരെ വലുതാണ്. നമ്മുടെ ഉടമ്പടി കറക്റ്റാണെങ്കിൽ എപ്പോഴും ഈശോ നമ്മെ സ്നേഹിക്കുന്നതും നമ്മെ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ഉടമ്പടി വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉടമ്പടി അങ്ങനെയാണ്, അത് വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എവിടെയെല്ലാം അസാധ്യതകളുണ്ടോ അവിടെയെല്ലാം കൃപ നിറഞ്ഞുകൊണ്ട് നമുക്ക് സാധ്യതകൾ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, ഈശോയെ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കൈവെപ്പും ഒരച്ചാരവും കൂടിയാണ്. ഭൗതികതയിൽ മാത്രം നാം തങ്ങി നിൽക്കുമ്പോൾ അത് അനുഗ്രഹത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നതാണ്. നമുക്ക് കൃപയും അഭിഷേകവും ആത്മീയ അധികാരവുമാണ് ഈശോയിൽ നിന്ന് നേടിയെടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. നമുക്ക് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയിൽ നിന്ന് മാധ്യസ്ഥം ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് കൃപയിൽ മുന്നേറുവാൻ, അഭിഷേകത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സോഫിയയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്തുണ്ടാകട്ടെ. എൻ്റെ പേര് പ്രജിത്ത്, വീട് ഇടുക്കി. ഒരുപാട് തവണ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു പോയിട്ടുണ്ട്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ വരും, തിരക്കൊക്കെ കാണും, ഞാൻ തിരിച്ചു പോകും. പക്ഷേ ഇത്തവണ എന്താണ് മാതാവ് ഇങ്ങോട്ട് വിളിച്ചു. അതിന് മാതാവ് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്, വീട് ഇടുക്കിയിലാണ്. ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയുള്ള ഒരു നേഴ്സിംഗ് കോളേജിൻ്റെ കേരള ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആദ്യത്തെ വർഷം ഞാൻ ജോലിക്ക് കയറി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ജോലിയായിട്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാറിൻ്റെ ഒരു വാഹനം എൻ്റെ കയ്യിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടാണ് വണ്ടി തട്ടിയത്. അപ്പോൾ സാറെന്ന് പറഞ്ഞാൽ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, ഈ രീതി പോയൊന്നും ശരിയാവുന്നില്ല, വണ്ടിയുടെ നഷ്ടം മൊത്തം തന്നോന്ന് പറഞ്ഞു. ശരി സാറേ, തന്നേക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സാറിന് മൊത്തത്തിൽ ദേഷ്യമായി. പിന്നെ ഞാൻ ആ ജോലി അവിടുന്ന് രാജിവെച്ചിറങ്ങി. അവിടുന്ന് രാജിവെച്ചിറങ്ങിയപ്പോൾ ഞാൻ അന്നേരം ഉടമ്പടിയിലല്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കിയിട്ട് മാതാവിനോട് ഒരു കേസായി ഇവിടെ നിന്ന് പറഞ്ഞിട്ട്, അമ്മേ എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ തിരിച്ചെൻ്റെ സാറിൻ്റെ അടുത്ത് എനിക്ക് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടാണ്. അപ്പോൾ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ പല കമ്പനിയിൽ നിന്ന് തന്നെ വിളിച്ച്, നീ ഇനി അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ, ഇങ്ങോട്ട് ആ ജോലി ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ അവിടെ ജോലിക്ക് കയറിയില്ല. എൻ്റെ സാറിൻ്റെ വിളിക്ക് വേണ്ടി ഞാൻ നോക്കിയിരുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർഫണേജിൽ പോയിട്ട് അവിടെ ഏകദേശം ഒരു 60ഓളം പേഷ്യൻസ് ഉണ്ട്. പേഷ്യൻസ് പേരൻസുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എന്നിട്ട് ഞാൻ അവരുടെ ഡ്രസ്സ്, ഞങ്ങൾ 2 പേര് ഈ 60 പേര് ഡ്രസ്സ് ഇറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് 25 ദിവസം കൊണ്ട് സാറിൻ്റെ ഒരു കോള്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് വെച്ച്, പ്രജിത്ത എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ സാറേ ഇവിടെയാണ്, ഞാനിങ്ങനെ ഈ പേരൻസിന് തുണി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യുക, തുണിയിറക്കെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വന്ന് ഓഫീസ് തുറക്കണമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ സാറിൻ്റെ സ്വഭാവം വെച്ച് ഒരാൾ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാറ് പിന്നെ തിരിച്ച് വിളിക്കുന്നതല്ല. മാതാവിൻ്റെ കൃപ കൊണ്ട് സാർ എന്നെ തിരിച്ച് വിളിച്ചു. അതേ ഓഫീസിൽ കൺസൾട്ടൻ്റായിട്ട് നിന്ന് ഞാനിപ്പോൾ ഓഫീസിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതുമാത്രമല്ല, ആ സാറിൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നത്. അതിനുശേഷം സാർ ആ വണ്ടി കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വണ്ടി കൊടുക്കണ്ട സാറേ, നല്ല വണ്ടിയല്ലേ, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അന്നക്കാവെന്ന് ചോദിച്ചു. അന്ന് വൈകുന്നേരം സാറിൻ്റെ ഓഫീസിലോട്ട് വിളിച്ച് താക്കോൽ എന്നിട്ട് പറഞ്ഞു, പ്രജിത്ത നീ വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ആ വണ്ടി മേടിച്ചതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ നമ്പർ അവസാനം 7-ഉം ആ വണ്ടിയുടെ കളറ് സിൽവർ ഗ്രേയും ആയിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ വണ്ടി മേടിച്ചു, വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വീട്ടുകാർ എന്ന് ചോദിച്ചാൽ, വീട്ടുകാർ ചോദിച്ചു നിനക്കെന്തിനാണ് ഈ 2 വണ്ടിയെന്ന് വെച്ചു. അതിന് മുമ്പ് തന്നെ എനിക്ക് വേറൊരു വണ്ടി കിട്ടിയായിരുന്നു. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടുക്കിയിലാകുമ്പോൾ എന്നാലും നല്ല തണുപ്പാണ്, മൂന്നാർ അടുത്തത് നല്ല തണുപ്പാണ്, രാവിലെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് എന്ന് രാവിലെ നടന്നു പോകാൻ പറ്റും, എനിക്കൊരു ചെറിയ വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് മാതാവ് എനിക്ക് ചെറിയൊരു വണ്ടി മേടിച്ചു തന്നു. ആ വണ്ടിയുടെ നമ്പറിൻ്റെ തുടക്കവും അവസാനം 7ആണ്. അതുമാത്രമല്ല, ആ വണ്ടി കിട്ടി എങ്ങനെ വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്തൊരു വണ്ടിയുണ്ടല്ലോ, എനിക്ക് ആ വണ്ടി തന്നേക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ വണ്ടി പല ആൾക്കാർ ചോദിച്ചാൽ ഞങ്ങൾ ഈ വണ്ടി തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആയുധം കൊണ്ട് നടക്കുമല്ലോ, അതുപോലെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ആ ഉപ്പെടുത്ത് എൻ്റെ കൂട്ടുകാരൻ കാണുക, വിശ്വാസപ്രമാണം ചൊല്ലി നേരെ വണ്ടിക്കകത്തിട്ട്, ഈ വണ്ടി നിങ്ങൾ ഇനി വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ആ വണ്ടി ഈ 3 ദിവസത്തിനിടയ്ക്ക് പല ആൾക്കാർ വണ്ടി കണ്ടു. പക്ഷേ അവർ പറഞ്ഞേക്കഴിഞ്ഞാൽ കൂടിയ വിലയും പറഞ്ഞു, അവർക്ക് ആ വണ്ടി കൊടുക്കാൻ പറ്റില്ല. അവർ എന്നെ തന്നെ 3-ാം ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പ്രജിത്തെ ഈ വണ്ടി നീ തന്നെ എടുത്തോളാൻ പറഞ്ഞു. മൊത്തത്തിൽ ഇപ്പോൾ 2 വണ്ടിയായേ. അതിനുശേഷം ഞാൻ ഒരു ബൈക്ക് കണ്ടപ്പോൾ ആ ബൈക്കിൻ്റെ ഫസ്റ്റ് നമ്പർ 7-ഉം അവസാനത്തെ നമ്പർ 7. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെന്ന് കണ്ടിട്ട് സാറിനെ വിളിച്ചു, സാറേ എനിക്കൊരു ബൈക്ക് കണ്ടു. അപ്പോൾ സാറ് നിനക്കിപ്പോൾ 2 വണ്ടിയില്ല സാറേ, നല്ല വണ്ടിയാണ് സാറേ, ഞങ്ങൾക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. നമ്പർ 7ആണെന്ന് പറഞ്ഞു. ആ ശരി, നിനക്ക് 7 ഭയങ്കര ഇഷ്ടം, നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ 35,000 രൂപയേ ഉള്ളൂ, വണ്ടിയുടെ വില 75,000 രൂപ. സാർ അന്നേരം തന്നെ ബാലൻസ് പൈസ ഇട്ടെന്ന് ഞാൻ ആ വണ്ടിയും മേടിച്ചു. മൊത്തം 3 വണ്ടി എൻ്റെ വീട്ടിൽ.
അതെല്ലാം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ആ ജോലി മാതാവ് തിരിച്ച് തന്നതിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് ഈ 3 വണ്ടി. അതിനുശേഷം ഈ നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. ഒരു ദിവസം രാവിലെ അമ്മ ഇന്ന് രാവിലെ 5:30 ആകുമ്പോൾ, നേരത്തെ തൊട്ട് വീട്ടിൽ പശു ഉണ്ടായിരുന്നു, 5:30 ആകുമ്പോഴത്തേന് അമ്മ ഇന്ന് രാവിലെ എഴുന്നേക്കും. അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചൻ്റെ കാല് തളർന്നു പോകുന്നില്ല. അപ്പം തന്നെ ഞങ്ങൾ ഉടമ്പടിത്തേലും തേച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ തൊട്ട് താഴത്തെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ വളരെ നല്ല ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നേഴ്സും ഡോക്ടറും നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സ്ട്രോക്കിൻ്റെ ആണെന്ന് ചെറിയൊരു ഇതുണ്ടോയെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അമ്മച്ചിയുടെ നാക്ക് കുഴഞ്ഞു പോവുക. അപ്പം തന്നെ എൻ്റെ മനസ്സിന് ആരോ പറഞ്ഞു, വേറെ എങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ തൊടുപുഴ സ്മിതയെ ഞാൻ വിളിച്ചു വെച്ചാൽ കറക്റ്റ് അവിടെ ഡോക്ടറുണ്ട്. അവിടെ ചെന്നു, നേരെ അവിടെ ചെന്നു, ഇതേ വണ്ടിക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. വേറെ ഒരു കുഴപ്പം അവിടെ വരും. അമ്മച്ചി 2 തവണ വൊമിറ്റ് ചെയ്താലാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് നേരെ അമ്മച്ചി ICUവിൽ. 3 ദിവസം അമ്മച്ചി ICUവിൽ. ഡോക്ടർ എന്നോട് പറഞ്ഞത്, മോനെ മേജർ സ്ട്രോക്ക് ആയിരുന്നു, നീ കൊണ്ടുവരാൻ 1 മണിക്കൂർ താമസിച്ച് പോയിരുന്നെങ്കിൽ നിൻ്റെ അമ്മേനെ നിനക്ക് കിട്ടില്ലായിരുന്നു പറഞ്ഞു. അതിനുശേഷം സ്ട്രോക്കാന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് അമ്മച്ചിയുടെ ഒന്ന് കാണാൻ കയറണം, ഉടമ്പടിത്തേലും തേക്കണമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ എന്താ പറഞ്ഞു, മോനെ നീ ആരും കാണാണ്ട് കയറിക്കോളാൻ പറഞ്ഞു. പല തവണ ഞാൻ കയറി. അമ്മച്ചി ഒരാഴ്ച അടുത്തോ ഇവിടെ ഉണ്ട്, ICUവിലുണ്ടായിരുന്നു. ഞാൻ കയറി ഉടമ്പടിത്തേലും തേച്ചു. അമ്മച്ചി പഴയ പോലെ തിരിച്ചു വന്നു. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോനെ പഴയതുപോലെ നിൻ്റെ അമ്മച്ചി ജീവിതത്തിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 3 മാസം എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്നു. എന്നത്തെ പോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലുന്നു, ഉടമ്പടിത്തേലും തേക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞു, 8 ദിവസമായി, 9 ദിവസമായി, 10 ദിവസമായി. 10-ാം ദിവസം ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് ഞങ്ങൾക്ക് കാപ്പി കിട്ടുന്നു. ഇതാണ് അമ്മച്ചി നിൽക്കുന്നത്. അമ്മച്ചിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മ മാതാവ് എനിക്ക് എൻ്റെ അമ്മേനെ തിരിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് അവിടെ ചെയ്യേണ്ടത് വെച്ചാൽ 6 മാസം അഡ്മിഷൻ ചെയ്യണം, 6 മാസം ഓഫീസ് ഡ്യൂട്ടി ചെയ്യണം. ഞാൻ കയറിയ ആദ്യത്തെ വർഷം ഞാൻ ചെയ്തത് 6 അഡ്മിഷനേ ചെയ്തുള്ളൂ. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാതാവ് അത് 28 അഡ്മിഷനായിട്ട് ഉയർത്തി തന്നെ. ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പിൽ എന്താണ് ആദ്യം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിനൊക്കെ ഏറ്റവും വലിയ വസ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 തൊട്ട് ഞാൻ ഹിന്ദു ആണെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയെ പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല. ജപമാലയും എല്ലാം പഠിച്ചായിരുന്നു. എനിക്ക് പറ്റുന്നത്രയും ജപമാല, ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ട് ഒരു ദിവസം 26 ജപമാല ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈശോയായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. ഉടമ്പടി വന്നതിന് ശേഷം, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഈശോയായിട്ട് ഭയങ്കര കൂട്ടായി. തന്നെ യാത്ര പോകുമ്പോഴാണേലും അതുപോലെ എവിടെ പോകാൻ ഇറങ്ങുമ്പോഴാണ് എൻ്റെ മുറി വലിയൊരു ഈശോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആദ്യം വീട്ടുകാർക്ക് ചെറിയ ഇതുപോലെ ആയിരുന്നു. പിന്നെ അവർ പറഞ്ഞു, നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നും ഞാൻ ആ ഫോട്ടോയുടെ അടുത്ത് തന്നിട്ട് ഈശോ ഞാൻ പോകും കേട്ടോ, അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഇറങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഏറ്റവും കൂടി ഇപ്പോൾ 2 ദിവസത്തേക്കുള്ള ഞാൻ വീട്ടിൽ വെക്കത്തില്ല. പത്രം കൈ കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് കൊടുത്ത് തീർത്തില്ല, എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് 2-ാമത്തെ ദിവസത്തിനാണ് ഞാൻ ആ പത്രം കൊടുത്ത് തീർക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രോഗികളെ കാണാൻ പോകാറുണ്ട്. പറയുന്ന പോലെ 2 ഓർഫണേജ് ഞാൻ സ്ഥിരമായിട്ട് പോവുകയും ചെയ്യും. അതുപോലെ അവിടെ നിന്നുള്ള പേരൻസിൻ്റെ നാമം വെട്ടി കൊടുക്കും, അവരുടെ ടോയ്ലറ്റ് കഴുകി കൊടുക്കും, അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അവരുടെ വസ്തുക്കളാക്കി കൊടുക്കും, കൈയില്ലാത്ത ആൾക്കാരെ അവർക്ക് ചെന്ന് ഭക്ഷണം വാരി കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്നെ ഞാൻ മാതാവിന് കോടാനുകോട് നന്ദി പറഞ്ഞു. അതുമാത്രമല്ല, സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചതിൽ മാതാവിനോട് ഞാൻ ക്ഷമയോടെ നിർത്തി ചെയ്യുന്നു. 101-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. പ്രജിത്ത് എന്ന മകൻ വളരെ സന്തോഷത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത്. നഴ്സിംഗ് കോളേജ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകനുണ്ടായ അവരുടെ ഓഫീസ് കാറ് ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ അവരുടെ അധികാരികളുമായുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് മകൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. വളരെയധികം മറ്റ് ഓഫീസുകളിലും കമ്പനികളിലും ഓഫർ ലഭിച്ചെങ്കിലും ആ കമ്പനിയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും മൂലം അവിടേക്ക് തന്നെ തിരിച്ചു ചെല്ലണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഉടമ്പടിയെടുത്ത് 25 ദിവസത്തിനുള്ളിലാണ് ഈ മകനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് തന്നെ ഡയറക്ടർ ആ മകനെ തിരിച്ചു വിളിച്ച് ആ ജോലി നൽകിയത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എത്ര ഊർജ്ജസ്വലമായി നമ്മൾ ചെയ്യുന്നതോ, കാരുണ്യപ്രവൃത്തികളായി നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് തോന്നുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നു എന്ന് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പ്രജിത്ത് ചെയ്തതും അത് തന്നെയാണ്. ഒരു ആശ്രമത്തിൽ പോയി അവിടെയുള്ള പ്രായം ചെന്ന അമ്മമാരുടെയും മാതാപിതാക്കളുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ, 60 പേരുടെ വസ്ത്രങ്ങൾ ഒന്നിച്ചലക്കുക. നമ്മുടെ വീട്ടിൽ 2 പേരുടെ വസ്ത്രങ്ങൾ ഒരു ദിവസത്തെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം സമയമെടുക്കും, എത്രമാത്രം ടയേർഡാണ്. ഈ മക്കൾ അവിടുത്തെ അന്തേവാസിയും ഈ മകനും കൂടി 2 പേരും കൂടി ആ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡയറക്ടറിൻ്റെ കോൾ വന്നത്, നീ വളരെ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന്.
ഈ മകൻ ആ ഓഫീസ് നഴ്സസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ വർഷം വെറും 6 നഴ്സസാണ് വന്നിരുന്നത്. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ എല്ലാം സാമീപ്യം അവനോടുകൂടെ എപ്പോഴുമുണ്ട്. എപ്പോഴും ജപമാലയിലൂടെയും വിശ്വാസ പ്രമാണത്തിലൂടെയും മകൻ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാമീപ്യം അവിടെ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 2ാമത്തെ വർഷം 6 എന്ന നമ്പർ, അഡ്മിഷൻ നമ്പർ, കുട്ടികളുടെ എണ്ണം കൂടി അവിടെ 28ആയി. ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാധ്യതകൾ വളരെ വലുതാണ്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, നിങ്ങളെപ്പോഴും ഉടമ്പടിയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ എഴുതണമെന്ന്. ഒരു ഓഫീസിന് തന്നെ തൻ്റെ ആ ഓഫീസിനോടുള്ള അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആ കർമ്മസ്ഥലത്തോടുള്ള ആ ബദ്ധതയും ആ സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ട് ഇപ്പോൾ അവിടെ കുട്ടികൾ പഠിക്കാൻ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് ഈ മകൻ പറയുന്നു. അതുപോലെ തന്നെ ആ വണ്ടി, ഏത് വണ്ടി മൂലമാണോ അദ്ദേഹത്തിന് ജോലി അവിടെ നഷ്ടപ്പെട്ടത്, റിസൈൻ ചെയ്യേണ്ടി വന്നത്, ആ വണ്ടി തന്നെ ഗ്രേ കളർ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വിളിച്ചറിയിക്കുന്ന 7 എന്ന അടങ്ങുന്ന നമ്പറിലുള്ള വണ്ടി മകന് തന്നെ സ്വന്തമായി നൽകുകയും അതേ തുടർന്ന് മറ്റു വണ്ടികളും 7 എന്ന അട്രാക്ഷൻ പരിശുദ്ധ അമ്മയുടെ നമ്പറാണ്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൻ്റെ ആ നമ്പർ തന്നെ 3 വണ്ടികളും ഈ മകന് പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചതായി ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ പ്രജിത്തിൻ്റെ അമ്മയ്ക്ക് ഒരു മേജർ സ്ട്രോക്ക്, ഡോക്ടേഴ്സ് അധികാരികളും ഹോസ്പിറ്റൽ പറഞ്ഞത് ഇതൊരു മൈനറാണെന്നാണ്. പക്ഷേ പ്രജിത്തിനെ ആ ഒരു പരിശുദ്ധ അമ്മയോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തപ്പോഴാണ് അമ്മ വളരെയധികം ക്ഷീണിതയാണ്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആണ്, ഇനി 3 മാസത്തിനുള്ളിൽ അമ്മ അല്ലെങ്കിൽ ഒട്ടും തന്നെ എഴുന്നേറ്റ് നടക്കുകയില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആ സ്ഥിതിയിൽ തന്നെ മകൻ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വളരെ കൃത്യമായി നേർച്ച വസ്തുക്കൾ പൂശി, തൈലം പൂശി പ്രാർത്ഥിച്ചു. 3 മാസം എന്നുള്ള സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരാഴ്ച സമയത്തിനുള്ളിൽ അമ്മ ഇന്ന് അൾത്താരയിൽ വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത് സഹോദരൻ പറയുകയുണ്ടായി, ഞാൻ അമ്മയുടെ ഫാനായിരുന്നു. ഇതിലൂടെയാണ് ഞാൻ എന്നും ജപമാല 24 ജപമാല ഞാൻ ഒരു ദിവസം ചൊല്ലുമായിരുന്നു. പക്ഷേ ഈശോ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവം ഈ മകന് ഉണ്ടായതായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ പോവുകയാണ്, എൻ്റെ കൂടെ വരണം. അങ്ങനെ ഒരു എമ്മാവൂസ് അനുഭവം, നീ എൻ്റെ കൂടെ വസിക്കണം എന്നുള്ള ഏറ്റുപറയാനുള്ള ഈ മകൻ്റെ വലിയ തീക്ഷ്ണതയും സ്നേഹവും. ഈശോ ഇഷ്ടപ്പെട്ടവരെയാണ് മലമുകളിൽ കയറി 12 പേരെ തിരഞ്ഞെടുത്ത് വിളിച്ച് വിശുദ്ധീകരിച്ചത് എന്ന് പറയുന്നു. ഈശോ എല്ലാവരുടെയും നീതിയോടെ സ്നേഹിക്കും, പക്ഷേ ഇഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കം പേരെയാണെന്ന് നമുക്ക്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുടെ നമ്പറിലാണ് നാം അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നാം വളരെ ചുരുക്കം വ്യക്തികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. പ്രജിത്തിനെ വളരെയധികം ഈശോ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഈശോയോട് വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സാക്ഷ്യം പറയാൻ വൈകി എന്നാണ് ഈ മകൻ ഇവിടെ ഏറ്റുപറയുന്നത്. പല മക്കളും ഇങ്ങനെ തിരക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് സാക്ഷ്യം പറയാൻ വൈകിക്കൊണ്ട് അവർ മടിച്ചു പോകുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ സാക്ഷ്യം, എൻ്റെ സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഉള്ള പ്രചോദനം ലഭിക്കാതെ പോകരുത്. ഈശോയുടെ ആ ക്രിസ്തു കൈമാറ്റം ഈശോയിൽ രൂപപ്പെടുന്നുവെന്നും നാം പറയാതെ പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രജിത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.